ഡൽഹിയിലെ ചരിത്ര വിജയത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബ് തിരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് മറ്റൊരു പരീക്ഷയാണ്. 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയാന്തരീക്ഷം ഏറെ വ്യത്യസ്തമാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റും 30.4% വോട്ടും നേടാനായത് പഞ്ചാബിലെ ആപ്പിന്റെ വേരോട്ടം വ്യക്തമാക്കുന്നു. അതുതന്നെയാണ് പാർട്ടിയുടെ ആത്മവിശ്വാസവും. പ്രചരണത്തിൽ ഇത്തവണ മറ്റു പാർട്ടികളെക്കാൾ ഏറെ മുന്നിലാണ് ആപ്പ്. കഴിഞ്ഞ 2 മാസമായി ആപ്പ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലാണ്. ഡൽഹിയിലെ പോലെ മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് 32% വരുന്ന ദളിത് വിഭാഗത്തിൽ നിന്നായിരിക്കും തങ്ങളുടെ ഉപമുഖ്യമന്ത്രി എന്നാണ് ആപ്പിന്റെ ശ്രദ്ധേയമായ വാഗ്ദാനം. After independence, first time in the history of Punjab politics, our party is the only party which has announced Deputy Chief Minister's post for Dalit people, for scheduled caste people. 2 മാസത്തിൽ ഏറെയായി ആപ്പ് സ്ഥാനാർത്ഥികൾ വീടുകൾ തോറും കയറിയാണ് പ്രചരണം നടത്തുന്നത്. മയക്കുമരുന്ന്, തൊഴിലില്ലായ്മ, കർഷക പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന പ്രചരണ വിഷയങ്ങൾ. പ്രാദേശിക വിഷയങ്ങളാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ പ്രചരണ വിഷയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിൽ മുൻതൂക്കം നേടാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദിനാനഗറിലെ ചിട്ടി ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്.